ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ടെലിഗ്രാം എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഇത് ഇറങ്ങിയിട്ട് കുറേ കാലമായെങ്കിൽ കൂടി നമുക്ക് ആർക്കും ഇതിന്റെ സാധ്യതകളെ പറ്റിയോ ഇതിന്റെ ഫീച്ചേഴ്സുകളെ പറ്റിയോ വലിയ ബോധമൊന്നുമില്ല. നമ്മളിപ്പോഴും വാട്സാപ്പ് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വാട്സാപ്പിനേക്കാൾ വളരെയധികം സെക്യൂരിറ്റി ഫീച്ചർ ഉള്ളതും വളരെയധികം പ്രൈവസി സെറ്റിംഗ്സ് ഉള്ളതുമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ടെലിഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ മറ്റൊരാൾക്ക് കൊടുത്താൽ മാത്രമേ നമ്മൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ സാധാരണ ഗേൾസിനും മറ്റുമൊക്കെ അങ്ങനെയുള്ള നമ്പർ കൊടുത്ത് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പെൺകുട്ടികളുടെ നമ്പറുകളൊക്കെ ദുരുപയോഗം ചെയ്യപ്പെടാനൊക്കെ വളരെയധികം സാധ്യതയുള്ള ഒരു സംഭവമാണ് വാട്സാപ്പ് എന്ന് പറയുക. പക്ഷെ ടെലിഗ്രാമിലാണെങ്കിൽ നമ്മുടെ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ മൊബൈൽ നമ്പർ ആവശ്യമേ ഇല്ല. അതിൽ ആർക്കും തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു എന്ന് കരുതുക, ആ ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തിക്ക് നമ്മുടെ മൊബൈൽ നമ്പർ കാണാൻ സാധിക്കത്തില്ല. പകരം നമ്മുടെ ഒരു യൂസർ നെയിം തരും. ആ യൂസർ നെയിം മാത്രമേ അവർക്ക് കാണാൻ സാധിക്കൂ. അഡ്മിന് പോലും നമ്മുടെ മൊബൈൽ നമ്പർ കാണുവാൻ സാധിക്കത്തില്ല. അതാണ് ഈ ടെലിഗ്രാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ഇരട്ടിയിലധികം മെമ്പേഴ്സിനെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കും. മാക്സിമം നമ്പർ എന്ന് പറഞ്ഞാൽ 5000 മെമ്പേഴ്സിനെ വരെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പിലെ പോലെ എപ്പോഴും നോട്ടിഫിക്കേഷൻ വന്ന് ശല്യമൊന്നും ഉണ്ടാവത്തില്ല. ഇതിനകത്ത് 5000 മെമ്പേഴ്സ് ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതും എപ്പോഴും ഇങ്ങനെ മെസ്സേജിൽ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അത് വളരെയധികം ശല്യമാവും എന്ന് കരുതും. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും ഉണ്ടാവത്തില്ല. ഇത് വളരെയധികം പ്രൈവസി ഉള്ളൊരു ആപ്ലിക്കേഷനാണ്. അത്തരത്തിലുള്ള യാതൊരു ഡിസ്റ്റർബൻസും ഈ ആപ്ലിക്കേഷൻ മൂലം ഉണ്ടാകത്തില്ല. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ആണ്. ഇതിൽ MG പ്രോട്ടോ എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മെസ്സേജുകൾ മറ്റാർക്കും റീഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ഹാക്കർമാർക്കും മറ്റും ഇതിന്റെ ഡാറ്റ ഒന്നും ചോർത്താൻ സാധിക്കത്തില്ല. അത്തരം സെക്യൂരിറ്റി സിസ്റ്റമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നിലധികം ഫോണുകളിൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കും ഒരേ നമ്പർ ഉപയോഗിച്ച്. അതായത് ഇപ്പോൾ നമ്മൾ വാട്സാപ്പ് ഒരു ഫോണിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. സെയിം നമ്പർ ഉപയോഗിച്ച് നമുക്ക് മറ്റൊരു ഫോണിൽ അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കത്തില്ല. പക്ഷേ ഇതിനകത്താണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. നമുക്ക് എത്ര ഡിവൈസിൽ വേണമെങ്കിലും ഒരേ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് ഇടാൻ പറ്റും. ഇപ്പോൾ വാട്സാപ്പിൽ മറ്റുള്ളവരുമായി ചാറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ നമ്പർ അദ്ദേഹത്തിന് കിട്ടുകയും അത് ഒരുപക്ഷെ ദുരുപയോഗിക്കപ്പെടാനും സാധ്യതയുണ്ട്. പക്ഷേ ഈ ആപ്ലിക്കേഷനിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. നമ്മുടെ നമ്പർ ഷെയർ ചെയ്യാതെ തന്നെ മറ്റുള്ളവരുമായി ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ പാസ്വേഡ് ഉപയോഗിച്ച് ലോക്ക് ചെയ്യാനുള്ള സൗകര്യം ഇതിനകത്ത് തന്നെയുണ്ട്. പിന്നെ ഇതിന്റെ മറ്റൊരു ഫീച്ചർ എന്നത് സീക്രട്ട് ചാറ്റ് ആണ്. സീക്രട്ട് ചാറ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ സെർവറിന് പോലും ഈ മെസ്സേജുകൾ റീഡ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ അയക്കുന്ന ആളിന് വായിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഇത് മെസ്സേജ് കാണുവാനും വായിക്കുവാനും സാധിക്കൂ. ഇതിന്റെ സെർവറിന് പോലും ഇത് വായിക്കാൻ സാധിക്കത്തില്ല. അത്രയ്ക്കും സെക്യൂരിറ്റി ഉള്ള ഒരു ഫീച്ചറാണ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് 1.5 GB കൂടുതലുള്ള ഫയൽ സെൻഡ് ചെയ്യാം. അത് ഏത് ഫോർമാറ്റിലുള്ള ഫയൽ വേണമെങ്കിലും നമുക്ക് ഇതിൽ കൂടെ സെൻഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് വരുന്ന ഫോട്ടോസും മറ്റും ഗാലറിയിൽ വരില്ല. നമ്മൾ വാട്സാപ്പിലേക്കാണെങ്കിൽ ഗ്രൂപ്പിനകത്ത് വരുന്ന ഫോട്ടോസൊക്കെ പലപ്പോഴും ഗാലറിയിൽ വന്ന് അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ അശ്ലീല ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് അത് വളരെ പണി കിട്ടിയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഫോണിനകത്ത് ഗാലറിയിൽ ഓരോ ഫോട്ടോസും നടക്കും, നമ്മളത് ശ്രദ്ധിക്കത്തില്ല. ലാസ്റ്റ് വേറെ ആരെങ്കിലും നോക്കുമ്പോഴായിരിക്കും നമ്മളത് കാണുക. പക്ഷെ ഇതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. നമുക്ക് ഗാലറിയിൽ ഫോട്ടോസ് ഒന്നും വരത്തില്ല. നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് മാത്രം മാർക്ക് ചെയ്ത് ഗാലറിയിലേക്ക് ഇടാനുള്ള ഓപ്ഷനൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ഇതിന്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ അയച്ചു കഴിഞ്ഞ മെസ്സേജ് നമുക്ക് തന്നെ മാറ്റം വരുത്താൻ സാധിക്കും. ഇതായപ്പോൾ വാട്സാപ്പിന് നമ്മളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ സെൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ മെസ്സേജ് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല. നമുക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ മെസ്സേജ് നമുക്ക് തന്നെ എഡിറ്റ് ചെയ്ത് മാറ്റി എന്ത് വേണോ ചെയ്യാൻ പറ്റും. അങ്ങനൊരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഇതിന്റെ ബാക്കി ഫീച്ചറുകൾ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് തന്നെ നമുക്ക് ഇതുപോലൊരു വിൻഡോ ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് മെസ്സേജിംഗ് എന്നതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ നമ്മൾ നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ മുകൾ ഭാഗത്ത് കാണുന്ന ടിക്ക് മാർക്ക് പ്രസ് ചെയ്യുക. ശേഷം ഒരു OTP കോഡ് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് SMS ആയിട്ട് വരും. അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ ടെലിഗ്രാമിന്റെ മെയിൻ പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് എങ്ങനെയാണ് ഒരാളുമായി ചാറ്റ് ചെയ്യാൻ നോക്കാം. അതിനായി താഴെ കാണുന്ന സിമ്പൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിനകത്തുള്ള കോൺടാക്ട് ലിസ്റ്റുകൾ
ഓപ്പൺ ആയി വരും. ഇതിൽ നിന്നും ആർക്കാണ് ചാറ്റ് ചെയ്യേണ്ടത് അത് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചാറ്റിന്റെ വിൻഡോ ഓപ്പൺ ആയി വരും. അതേപോലെ നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ അയച്ച മെസ്സേജ് നമുക്ക് തന്നെ എഡിറ്റ് ചെയ്ത് മാറ്റുവാൻ സാധിക്കും. അതായത് ഇപ്പോൾ നമ്മൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മെസ്സേജ് പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നമുക്ക് പക്ഷേ ടെലിഗ്രാമിലാണെങ്കിൽ നമ്മൾ അയച്ചു പോയ ഒരു മെസ്സേജ് നമുക്ക് തന്നെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ആ മെസ്സേജിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ഓപ്ഷൻ വരും. അതിൽ എഡിറ്റ് ചെയ്യുന്നത് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് തന്നെ ആ മെസ്സേജ് എഡിറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കും. എഡിറ്റ് കൊടുത്ത ശേഷം നമ്മളിപ്പോൾ ഹായ് എന്നാണ് അയച്ചത്, അത് മാറ്റി നമുക്ക് ഹലോ എന്നാക്കണമെന്ന് കരുതുക. നമ്മൾ ഹലോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഈ ടിക്ക് മാർക്ക് പ്രസ് ചെയ്യുന്നു. കണ്ടോ, ഹായ് എന്ന് അയച്ച മെസ്സേജ് ഹലോ എന്നായി മാറിയിരിക്കുന്നു. ഇതുപോലെ നമ്മൾ അയച്ച മെസ്സേജുകൾ ഇപ്പോൾ നമ്മൾ വാട്സാപ്പിലൊക്കെ ഒരു മെസ്സേജ് അയച്ച് സ്പെല്ലിംഗ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതങ്ങനെ തന്നെ കിടക്കും, എല്ലാവരും കാണുകയും ചെയ്യും. പക്ഷേ ഇതിനകത്താണെങ്കിൽ അങ്ങനെയല്ല. നമ്മൾ അയച്ച ഒരു മെസ്സേജിൽ എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ എഡിറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കും. ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിന്റെ അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് സീക്രട്ട് ചാറ്റ് ആണ്. സീക്രട്ട് ചാറ്റ് ഓപ്പൺ ആക്കുവാനായി സൈഡിൽ കാണുന്ന 3 വരകൾ പ്രസ് ചെയ്ത ശേഷം ന്യൂ സീക്രട്ട് ചാറ്റ് എന്നത് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കോൺടാക്റ്റിലുള്ള ആരോടാണ് നമ്മൾ ചാറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. നമ്മൾ ആർക്കോടാണ് മെസ്സേജ് അയക്കേണ്ടത് അദ്ദേഹത്തിന്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ സീക്രട്ട് ചാറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഉള്ളതായിരിക്കും. പിന്നെ ഇത് ഈ ടെലിഗ്രാമിന്റെ സെർവേഴ്സിന് പോലും ഈ മെസ്സേജുകൾ വായിക്കാൻ സാധിക്കത്തില്ല. നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയത്തിനുള്ളിൽ ഈ മെസ്സേജുകൾ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ അയച്ച മെസ്സേജുകൾ മറ്റാർക്കും ഫോർവേഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇതൊക്കെയാണ് ഈ സീക്രട്ട് ചാറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ വാട്സാപ്പിനകത്തൊന്നും ഇങ്ങനെ ഒരു ഫീച്ചർ ഇല്ല. അതിനകത്ത് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ വന്നിട്ടുണ്ട് എങ്കിൽ കൂടി അതൊന്നും ഇത്രയധികം സെക്യൂരിറ്റി ഉള്ളൊരു സംഭവമല്ല. ഓക്കെ, ഇതാണ് സീക്രട്ട് ചാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ടെലിഗ്രാമിന്റെ മറ്റൊരു ഫീച്ചറായ ഗ്രൂപ്പുകൾ ഒന്ന് പരിചയപ്പെടാം. ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്ന ഗ്രൂപ്പാണ് ടെലിഗ്രാമം എന്ന് പറയുന്ന ഗ്രൂപ്പ്. അത് മലയാളത്തിലെ ഏറ്റവും വലിയ ഗ്രൂപ്പാണ്. ടെലിഗ്രാമിലുള്ള ഏറ്റവും വലിയ ഗ്രൂപ്പാണ് ടെലിഗ്രാമം. നമ്മൾ ടെലിഗ്രാമിനെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും ഇതിനകത്ത് ചോദിച്ചാൽ അറിയാൻ പറ്റും. 2.5K മെമ്പേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ഒരു ടെലിഗ്രാമിന്റെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏകദേശം 5000 ആൾക്കാരെ വരെ ആഡ് ചെയ്യാൻ സാധിക്കും. വാട്സാപ്പിനകത്തൊന്നും ഇത്രയും ആൾക്കാരെ ആഡ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ടെലിഗ്രാമിനകത്താണെങ്കിൽ ഒരു 5000 ആൾക്കാരെ വരെയൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഒരാൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അഡ്മിനോട് ചോദിക്കുന്നത് വേണ്ട. നമുക്ക് ഒരു യൂസർ നെയിം ഉണ്ട്. ആ യൂസർ നെയിം ഉപയോഗിച്ച് നമുക്ക് ഗ്രൂപ്പിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇതാണ് ഗ്രൂപ്പുകളുടെ പ്രത്യേകത. അപ്പോൾ അഡ്മിന് ആൾക്കാരെ ആഡ് ചെയ്യുന്ന ബുദ്ധിമുട്ടൊന്നും ഇല്ല. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആരെങ്കിലും ഒരു മെസ്സേജ് ഗ്രൂപ്പിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ മെസ്സേജ് നമ്മൾ അഡ്മിന് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അത് അഡ്മിന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള മെമ്പേഴ്സിന്റെ എല്ലാവരുടെയും ഫോണിൽ നിന്ന് മെസ്സേജ് ഡിലീറ്റ് ആയിക്കോളും. പക്ഷെ നമ്മൾ വാട്സാപ്പിനകത്താണെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പിനകത്ത് ഒരാൾ അശ്ലീല ചിത്രം ഇട്ടു എന്ന് കരുതുക. ആ മെസ്സേജ് ഒരാൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ആ മെസ്സേജ് ആ ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സിനും കിട്ടും. പക്ഷെ നമ്മൾ ടെലിഗ്രാമിൽ അത്ര ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അത് അഡ്മിന് ഒറ്റ ക്ലിക്ക് കൊണ്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ബാക്കി മെമ്പേഴ്സിന്റെ എല്ലാവരുടെയും ഫോണിൽ നിന്ന് അത് ഡിലീറ്റ് ആയിക്കോളും. ഇതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇത് വാട്സാപ്പിലെ പോലെ എപ്പോഴും നോട്ടിഫിക്കേഷൻ ഒന്നും വന്ന് ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. അതുകൊണ്ട് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവാത്തൊരു സംഭവമാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഈ ടെലിഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുക. എല്ലാം ഇതിനകത്ത് ഇപ്പോൾ കാണിച്ചു തരാൻ പറ്റത്തില്ല, കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അതുകൊണ്ട് നമുക്ക് എല്ലാം കാണിച്ചു തരാൻ പറ്റില്ല. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബോട്ടുകളാണ്. ടെലിഗ്രാം ബോട്ട് എന്ന് പറയും. ഓക്കെ, ഇത് ഇത്രയാണ് ടെലിഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഇപ്പോൾ കാണിച്ചു തരാൻ നമുക്ക് സാധിക്കില്ല, കാരണം നമ്മൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് മാത്രമാണ് ഞാൻ ഇതിനകത്ത് കാണിച്ചു തരിക. പിന്നെ ഇതൊരു ചാറ്റിംഗ് ആപ്ലിക്കേഷൻ എന്നതിലുപരി ഒരുപാട് ഫയൽസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിനകത്ത് ഒരുപാട് ഡൗൺലോഡിങ് ചെയ്യുന്ന ചാനലുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് PDF ഫയൽസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് മലയാളം PDF എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. അത് നമുക്ക് നോക്കാം. മലയാളം PDF എന്ന് പറയുന്ന ഒരു ചാനലാണ്. അതിനകത്ത് നമുക്ക് ഇഷ്ടംപോലെ PDF കഥകളുണ്ട്. കഥകൾ, കവിതകൾ, അതുപോലെ തന്നെ പുസ്തകങ്ങൾ എല്ലാം ഇതിനകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇഷ്ടംപോലെ PDF ഫയലുകൾ ഇതിനകത്തുണ്ട്. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിൽ തന്നെ ഓപ്ഷൻ ഉണ്ട്. മൂവീസ്, ഗെയിംസ്, സോഫ്റ്റ്വെയർ, HD വാൾപേപ്പർ, അങ്ങനെ തുടങ്ങി ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അത്തരത്തിലൊക്കെ ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു ആപ്ലിക്കേഷനാണ് ടെലിഗ്രാം എന്ന് പറയുന്നത്.
ഇതിന്റെ എല്ലാ ഫീച്ചേഴ്സും ഈ വീഡിയോക്ക് ഇപ്പം കാണിച്ചു തരാൻ എനിക്ക് സാധിക്കുന്നില്ല, കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാണുന്ന നിങ്ങൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളത് ഉപയോഗിച്ച ശേഷം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റിൽ ഇട്ടാൽ മതി, ഞാൻ അതിന് മറുപടി നൽകുന്നതായിരിക്കും. അതോടൊപ്പം ഈ വീഡിയോ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാവരും ഇപ്പോൾ വാട്സാപ്പാണ് ഉപയോഗിക്കുന്നത്. വാട്സാപ്പിനകത്ത് വലിയ ഫീച്ചേഴ്സ് ഒന്നുമില്ല, അതിനേക്കാൾ ഇരട്ടിയിലധികം ഫീച്ചേഴ്സ് ഉള്ള ഒരു നല്ല ആപ്ലിക്കേഷനാണ് ടെലിഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അത് മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതോടൊപ്പം ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് താഴെ ഒരു റെഡ് ബട്ടണിൽ സബ്സ്ക്രൈബ് എന്നുണ്ടായിരിക്കും, അത് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോകളെല്ലാം ദിവസവും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.